ഇത്രയും പെട്ടെന്ന് പത്രത്തിൽ വന്നു. എന്നാന്ന് വായിച്ചേ. എന്റെ ഞാൻ ഈ പത്രക്കാരെ കൊണ്ട് തോറ്റു. ഞാൻ എന്ത് ചെയ്യാണെന്ന് നോക്കി നടക്കുക, അവന്മാര് പത്രത്തിലിടാൻ. ആ പത്രം ഒന്ന് വായിച്ചിട്ട് തന്നെ കാര്യം. ഫോട്ടോയും ഉണ്ടല്ലോ. അയ്യോ, ഇത് ഇവന്മാരെ എപ്പ എടുത്തു? ഇവിടെ പോലീസ് വരുന്ന സ്ഥലമല്ലേ? എന്നെ ഇങ്ങനെ കണ്ടാൽ അവര് പൊക്കൂലേ? ഇങ്ങനെ കണ്ടാ പൊക്കും, പക്ഷെ വഴിയുണ്ട്. എന്താണ്? ചായ മാറ്റാം. എങ്ങനെ? കാണിച്ചു തരാം. ഞാനെണ്ണില്ല. ഞാൻ സാരിയൊക്കെ കൊടുത്തിറങ്ങിട്ട് എങ്ങനെയുണ്ടടി? നന്നായിട്ടുണ്ട്. കാര്യത്തിരി കൂടുതലല്ലേ? എനിക്ക് സൈഡ് സീറ്റ് വേണേ. ഇത് വണ്ടി എടുത്തോ. അയ്യോ, ഞാൻ കേറിയില്ല. പോകുന്നു മറ്റവൻ. ഒതുക്ക്. വീട്ടിൽ കൊണ്ടുവരാ വണ്ടി. ഇന്ന് മുതൽ നിനക്ക് തവിട് മുന്നക്കോട ആഹാരം. വരുന്ന പെരുന്നാളിന് നിന്നെ അറക്കോടാ. വിട്ടോ. സ്പീഡ് അധികം വേണ്ട, പിന്നെ സഡൻ ആയിട്ട് ബ്രേക്ക് ഇട്ട് കളയരുത്. എനിക്ക് വലിയ പ്രാക്ടീസ് കുറവാണ്. എന്നെ ആരും നിയന്ത്രിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇതിന് പറഞ്ഞേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ 10 പഠിച്ച് ജയിച്ചിട്ട് എന്തിനാ? ഇത്രയും വിവരമുള്ള ഞാൻ തന്നെ 10 പാതി വെച്ച് പഠിത്തം നിർത്തിയില്ലോ. 10? നീ 5ാം ക്ലാസ് വരെയല്ലേ പഠിച്ചിട്ടുള്ളൂ? അതല്ലേ പറഞ്ഞ 10 പാതിന്ന് കണക്കറിഞ്ഞൂടെ പിശാചിന്. സൂസൻ തോമസ്, LPSD സെന്റ് മേരീസ് LPS എറണാകുളം. സൂസൻ തോമസ്. ഒരിക്കലും കുളിക്കാൻ പറ്റാത്തൊരു കുളമിറക്ക് എറണാകുളം. പെട്ടെന്ന് വളർന്നൊരു മരമിറക്ക് സമരം. പുല്ലുതിനകത്തൊരു മാനിറക്ക് ഫസ്റ്റ് മാൻ. ഒരിക്കലും പൂക്കാത്തൊരു മാവിറക്ക് ആത്മാവ്. എളുപ്പല്ലോ ഈ ആദ്യം ഓരോ സാധനങ്ങൾ കിട്ടാൻ. ഇപ്പൊ കിട്ടിയവർക്ക് നല്ല പണിയെടുത്തിട്ടുണ്ടാവൂലേ? താൻ തൊട്ടെന്റെ പാഞ്ചി പറയണേ. താൻ വിചാരിച്ചത് വെള്ളയപ്പങ്ങാടിയിൽ വെള്ളയപ്പം ഉണ്ടാക്കണ ടീം എന്ന് പറഞ്ഞുണ്ടാക്കിയതാ. ഇത് കഷ്ടപ്പെട്ടെന്നെ കിട്ടുള്ളൂ. கஷ்டப்படாம எதுவும் கிடைக்காது, கஷ்டப்படாம கிடைக்கிறது என்னைக்குமே நிலைக்காது. താങ്ക്സ് പറയടാ. താങ്ക് യു വെരി മച്ച്. എന്റെ അമ്മ എന്നോട് ക്ഷമിക്കണം. ഓരോരോ പ്രായത്തിൽ ഓരോരോ തെറ്റുകൾ ഏത് മക്കളും ചെയ്യും. ഞാനങ്ങനെ അറിയാതെ വല്ല തെറ്റും ചെയ്തു പോയിട്ടുണ്ട്. അമ്മ എന്നോട് ക്ഷമിക്കണം. ആരായാലും ഒന്ന് പൊട്ടിച്ചിട്ടേ ഞാൻ ക്ഷമിക്കത്തുള്ളടാ.